ചെറുനാരങ്ങ നീരും തേനും എന്റെ ബോഡിയിൽ എത്ര ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കി നമുക്ക് നോക്കാം. രാവിലെ എണീറ്റ് വെറും വയറ്റ് ഇളം ചൂടിൽ ചെറുനാരങ്ങയും അതിൻ്റെ കൂടെ തേനും കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ തടി കുറയും, നമ്മളെ ഹെൽത്ത് ബെറ്റർ ആവും എന്നുള്ളത് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാം. തേൻ എന്ന് പറയുന്നത് 100% സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആണ്. എത്രത്തോളം ഫ്രക്ടോസ് നമ്മൾ ബോഡി കൊടുക്കും അത് അത്രത്തോളം ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ലിവറിൽ സ്റ്റോർ ചെയ്ത് ഫാറ്റി ലിവർ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രക്ടോസിന്റെ ഇൻടേക്ക് എത്രത്തോളം നിങ്ങൾ കുറയ്ക്കും അത്രത്തോളം നിങ്ങളുടെ ലിവർ ഹെൽത്തിന് നല്ലതാണ്. ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ആവറേജ് സൈസ് നാരങ്ങയും 1 ടേബിൾ സ്പൂൺ ഹണിയാണ്. ഇത് യൂസ് ചെയ്തതിനു ശേഷം എന്റെ ബോഡിയിൽ എത്രത്തോളം ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കി എന്നുള്ളത് ഈ CGM സെൻസർ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ചെറുനാരങ്ങ നീരും തേനും ഉപയോഗിക്കുന്നതിന് മുന്നേ എന്റെ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് 94 ആയിരുന്നു. അതിനുശേഷം അത് പീക്ക് ചെയ്ത് 176 വരെ പോയിട്ടുണ്ട്. അതിനുശേഷം അത് ക്രാഷ് ചെയ്ത് 76ലേക്ക് വന്നു. ഈ ക്രാഷ് എന്തുകൊണ്ട് ഞാൻ സ്പെസിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. യൂഷ്വലി നമ്മൾ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മളെ ബ്ലഡ് ഷുഗർ നല്ലോണം സ്പൈക്ക് ചെയ്തിട്ട് അത് തിരിച്ച് ക്രാഷ് ചെയ്യും. നമ്മൾ ഇൻസുലിൻ എഫക്റ്റീവ് ആണെങ്കിൽ ഈ ക്രാഷ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത ഹൈ കാലറി ഫുഡിന് അല്ലെങ്കിൽ ഫുഡിന് ക്രേവ് ചെയ്യും. അങ്ങനെ നമ്മൾ വീണ്ടും പോയി എന്തെങ്കിലും ഹൈ കാലറി ഉള്ള ഫുഡ് കഴിക്കാൻ നോക്കും. ഒരു സ്പൈക്കിനെ ഫോളോ ചെയ്ത് എപ്പോഴും ഒരു ക്രാഷ് വരുന്ന ആലോചിക്കുക. ഞാൻ പുട്ടിന്റെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാത്തിലും ഇതുപോലൊരു ക്രാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രാഷ് ആണ് നമ്മൾ അതിനുശേഷം ഒരുപാട് ഫുഡ് വാരിക്കോരി കഴിക്കാനുള്ള ഒരു കാരണം. അടുത്തത് ഫുഡ് ഞാൻ ട്രൈ ചെയ്യണമെന്നുള്ള താഴെ കമന്റ് ചെയ്യുക.